ഇപ്പോൾ സമയം രാവിലെ 10 മണി. നമ്മൾ പള്ളാത്തുരുത്തിയിലുള്ള സെന്റ് തോമസ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് ഏറ്റെടുക്കണമെന്ന്, പ്രത്യേകിച്ച് യാത്ര ചെയ്ത് ഈ പരിസരത്ത് ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന കുളിയുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബയോഗത്തിൻ്റെ ആദ്യത്തെ യോഗം കൂടുവാൻ അവരെല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുമ്പോൾ അവരെ ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കുടുംബത്തിൻ്റെ അംഗങ്ങളെന്ന നിലയിൽ അവർ ഇന്ന് ഹൗസ് ബോട്ടിൽ അവരുടെ ആദ്യമായിട്ടുള്ള കുടുംബയോഗം നടത്തുമ്പോൾ ആ സമയം അത്രയും അങ്ങയുടെ പ്രത്യേകമായ കരുണയും കൃപയും ഇവരുടെ ഓരോരുത്തരുടെ പേരുണ്ടാകുന്നവരുടെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയച്ച് ഇവരുടെ കുടുംബയോഗത്തെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബയോഗത്തിൽ ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും കൂടുതൽ തീക്ഷ്ണതയോടും വിശ്വാസത്തോടും പ്രാർത്ഥനാ ചൈതന്യത്തോടും കൂട്ടായ്മയോടും കൂടി കുടുംബയോഗം നടത്തുവാനും അതിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിക്കുവാനും ഇവരെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. 10 ജനറേഷൻ്റെ ചരിത്രമുള്ള ഈ കുടുംബയോഗത്തിൽ ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. അവരുടെ തറവാട് കാഞ്ഞിരപ്പള്ളിയിലാണ്. സ്നേഹം നീരായ കർത്താവേ, അവരെ ഓരോരുത്തരെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ അപേക്ഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് അറിയിച്ച കർത്താവേ, ഞങ്ങളുടെ എല്ലാ അസാധ്യതകളെയും അവിടുന്ന് സാധ്യമാക്കണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അവരിന്ന് ആരംഭിക്കുന്ന ഈ കുടുംബയോഗം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തണം.